ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി പട്ടിക്കാട് എന്നൊരു ഭാഗത്താട്ടാണ്. അതായത് ആ പട്ടിക്കാട് സെൻറ്റർ ഉണ്ടല്ലോ, ആ ഹൈവേ NH, അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് ആയിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീടാണെന്ന് പറയാം. അതായത് 5 സെൻറ്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. വടക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിദ്യ പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ മുൻവശം നമുക്ക് കാണാം, വീതി കൂടി ഒരു ടാറിനോട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വർക്കുകൾ നടക്കുന്ന കാരണം കുറച്ച് ബേബി മെറ്റലും പൊടികളൊക്കെ ആയിട്ട് കിടക്കുക ടാറിനോട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ധാരാളം വീടുള്ള ഒരു ഏരിയ. അതുപോലെ ഇപ്പുറത്തെ സൈഡ് കണ്ട, ഈ ഒരു സൈഡ് നമുക്ക് ബസ് വിട്ട് കുറച്ച് പോകണ്ടോ, 1.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഈ ഭാഗത്തും ടാറിനോടാണ്. ധാരാളം വർക്ക് നടക്കുന്നതും ആളുകൾ താമസിക്കുന്നതുമായ ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയാം. 5 സെൻറ്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു അടിപൊളി എലിവേഷനോട് കൂടിയാട്ടാ ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു നീളം കൂടിയൊരു സ്ലൈഡിങ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് കണ്ട ഈ ഒരു ഭാഗത്ത് എത്ര വലിയൊരു ഇന്നോവ പോലത്തെ ഒരു വാഹനമൊക്കെ നമുക്ക് ഇവിടെ കയറ്റി നിർത്താം. നീ ടൈലൊക്കെ ഇനി പോളിഷ് ചെയ്ത് കളർ ചെയ്ത് തരും കേട്ടോ. ചെറിയ വാഹനമാണെങ്കിൽ നമുക്ക് 1-2 വാഹനം നമുക്ക് ഈ വീടിൻ്റെ ഈ മുൻവശത്തും ഈ സൈഡിലും കയറ്റി നിർത്താം കേട്ടോ. ഗ്രാനൈറ്റ് ബോർഡറായിട്ട് ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഡബിൾ പാളി ഡോർ തേക്കൂടിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കയറി വരുന്ന ലിവിങ് ഹാളാണിത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് TV യൂണിറ്റ് വരും കേട്ടോ. അത് വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നു. ബാക്കി എല്ലാ വർക്കും ഓൾറെഡി ഇവിടെ സെറ്റാണ്. ഹോൾസെയിലിംഗ് വർക്ക് മുകളിൽ നോക്കിയാൽ നല്ല വുഡ് ഡിസൈനിൽ കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. LED ബൾബൊക്കെ വെച്ചിട്ട് ഇവിടെ ധാരാളം വെളിച്ചം കയറാവുന്ന രീതിയിലുള്ള വിൻഡോസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആർച്ച് കണ്ട, ഒരു മൾട്ടിവുഡിൽ ഒരു ആർച്ചോട് കൂടി നമ്മൾ ലിവിങ്ങിന് ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുന്നു. ഒരു L ഷേപ്പിലായിട്ട് അവിടുത്തെ ഡൈനിങ് ഹാൾ കൊടുത്തിരിക്കുന്നുണ്ട്. വലിയൊരു ഡൈനിങ് ഹാൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വാഷ് ഏരിയ ഒരു സൈഡിലായിട്ട്, ആ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടേ ഇനി അതിലൊരു മിറർ വയ്ക്കണം, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഓൾറെഡി സെറ്റാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് 2 ബെഡ്റൂമും താഴത്തെ കിട്ടിയിട്ടുള്ള കേട്ടോ. അത് ആദ്യത്തെ ബെഡ്റൂം. വാൾ ടോപ്സ് ഒരു മിററോട് കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഹോൾ സീലിംഗ് വർക്ക് നല്ല വെറൈറ്റി ആയിട്ട് LED ബൾബൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. വാൾട്ടയിലൊക്കെ നല്ല വീതി കൂടി ടൈലാണ് കൊടുത്താണ്, അപ്പോക്സൊക്കെ ചെയ്തിട്ടേ 2-4 ടൈൽ തന്നെയാണ് വാൾട്ടയിലായിട്ട് എവിടെയും കൊടുത്തിരിക്കുന്നത്. ഇത് 2ാമത്തെ ബെഡ്റൂം. അതേ ടൈലിൽ തന്നെ മേച്ചും ടൈൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. വീതി കൂടി ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വാൾ ടോപ്സ് മിററൊക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഹോൾ സീലിംഗ് വർക്ക് സ്ട്രിപ്പൊക്കെ ചെയ്ത് കളർഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. എല്ലാം വ്യത്യസ്തമായ ടൈലാട്ടാ വാൾ ടൈലാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. വീതി കൂടി ടൈല് അപ്പോക്സിക്ക് ചെയ്തിട്ട്, അതുപോലെ ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ എല്ലാ ബെഡ്റൂമുകളും AC പോയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ മുകളിലത്തെ വർക്കാണിത്, ഹോൾസെയിലിംഗ് വർക്ക്. ഡൈനിങ് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുക. ഒരു ഗ്ലാസ് ഡോറോട് കൂടി നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ഒരു വുഡിൻ്റെ ഡിസൈനാണ് കൊടുത്തത് കേട്ടോ. അതും വീതി കൂടിയ ടൈൽ തന്നെയാണ്. ധാരാളം കബോർഡ് വർക്ക് താഴെയും മുകളിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീതി കൂടിയ ടൈൽ തന്നെയാണ് ചുമലും കൊടുത്തിരിക്കുന്നത്. അതേ ടൈൽ കണ്ട നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കടന്നു. ഇത് നമ്മൾ വർക്ക് ഏരിയയിൽ പുറത്തേക്ക് കിടക്കുന്ന ഡോറാണ് കണ്ട. പുറത്തേക്ക് ഈ ഭാഗം നമ്മൾ ടൈൽ ഇട്ടിട്ടുണ്ടെന്ന് പറയാം. നമുക്ക് മുൻവശത്തേക്ക് കാണാൻ പറ്റും ഈ സൈഡിൽ നിന്ന് കണ്ട. ഇത് ബാക്ക് സൈഡാണ്, ഓപ്പൺ വെല്ലാണ് ഇവിടെ കണ്ട. അത് ആ ഭാഗം കുറച്ചുകൂടി പൊന്തിക്കാണ്ട് ലാസ്റ്റ് ഒരു റിങ് കൂടി വരും മുകളിൽ കേട്ടോ. ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്തൊരു ഏരിയ. മുകൾ വശത്താണ് വെള്ളം നിൽക്കുന്നത് കണ്ട. 5 സെൻറ്റ് സ്ഥലത്താണ് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയ ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില ഒരു 54 ലക്ഷം രൂപ കേട്ടോ. വില നമുക്ക് സൈറ്റ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ വന്ന് നേരിട്ടിട്ടേ നമുക്ക് സൈറ്റ് സ്ഥലവും ഏരിയയൊക്കെ കണ്ടിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാവുന്നുള്ളൂ എന്ന് പറയാം. 3ാമത്തെ ബെഡ്റൂം ഉണ്ടാകും മുകൾ വശത്തെ. അതേ മാച്ചിൻ്റെ തന്നെയാണ് ഇവിടെ. അതുപോലെ എല്ലാ വിഭാഗം ആളുകളുടെ ആരാധനാലയങ്ങളും വെറും 1 കിലോമീറ്റർ ചുറ്റളവിലുണ്ട് കേട്ടോ. അതുപോലെ എല്ലാ സ്കൂളുള്ള വണ്ടികളൊക്കെ നമ്മളെ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ പോകും കേട്ടോ. എല്ലാ സ്കൂളുകളിലേക്കുള്ള വണ്ടികളൊക്കെ പോകുമെന്ന് പറയാം. അതുപോലെ എല്ലാ സെൻറ്ററിലായാലും സാധനങ്ങൾ മേടിക്കാനായാലും എല്ലാം ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയാം. സൂപ്പർ മാർക്കറ്റ് ആയാലും ഹോസ്പിറ്റലുകളായാലും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കിലെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും കേട്ടോ. ഇത് വീടിൻ്റെ നമ്മൾ മുകൾ വശത്തെ സിറ്റ് ഔട്ട് കേട്ടോ. ബാൽക്കണിയിൽ ഓപ്പൺ ബാൽക്കണിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ. 4-5 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് എന്ന് പറയാം. മുകളിൽ ഓപ്പൺ ബാൽക്കണി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു വുഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തൊക്കെ ധാരാളം വീടുകളുണ്ടെന്ന് പറയാം അടുത്തൊക്കെ. ഇവിടെ 35 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ വിലയുള്ള വീടുകൾ ഞങ്ങളുടെ
ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതുള്ളൂ എന്ന് പറയാം. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നമ്മുടെ ബാക്കിലത്തെ ഓപ്പണർസ് ആട്ടാ. നല്ല വലിയൊരു ഓപ്പണർസും കിട്ടിയിട്ടുണ്ട്. ഞാൻ അതുപോലെ വല്ല എപ്പോഴും നമുക്കൊരു ബെഡ്റൂം പണിയാണ്ടെങ്കിൽ ഇവിടെ സ്ഥലം ഉണ്ടെന്ന് പറയാം. മുകൾ വശത്തെ ബാക്ക് സൈഡിലും ധാരാളം വീടുകളുണ്ട്. ഏറ്റവും മുകളിലേക്ക് കയറാനുള്ള സ്റ്റയർ ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീനുള്ള പോയിൻ്റ് ഇവിടെ താഴെയും ഉണ്ട് കേട്ടോ. അതുപോലെ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ആ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.